ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ കാണുന്ന ചെടിയെ പറ്റിയാണേ ഞാൻ പറയുന്നത്. അപ്പം ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അസിസ്റ്റേഷ്യ എന്നാണ്, അല്ലെന്നുണ്ടെങ്കിൽ ചൈനീസ് വയലറ്റ് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നാടൻ പേരുകളൊക്കെ എനിക്ക് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യോ, ഒന്ന് കമൻറ്റും ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇത് എൻ്റെ കയ്യിലൊരു 2-2.5 വർഷം കൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്കിളിൻ്റെ വീട്ടിൽ പോയപ്പോൾ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് നട്ട ചെടിയാണ്. ഇത് പണ്ട് തൊട്ടേ ഉള്ള ചെടിയാണെന്ന് പറയുന്നത്, എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ അങ്കിളിൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ചെടിയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം. അതല്ലേ വേണ്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഒരു ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ ചട്ടി നിറഞ്ഞ് പൂക്കളുണ്ടെങ്കിൽ പൂക്കളായിട്ട് നിൽക്കുന്ന രീതി നമ്മളാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെടിയുടെ ശിഖരങ്ങൾ വരുന്ന പ്രൂണിങ് ചെയ്യണം. അതിന് ഇങ്ങനെയുള്ള ചെടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വരുന്ന ശിഖരങ്ങൾ പൊട്ടി വരുമല്ലോ, ശിഖരങ്ങൾ പൊട്ടി വരുന്നതിനനുസരിച്ച് അതിൻ്റെ എല്ലാം മണ്ട ഒരു 2 ഇല വെച്ചിട്ടുള്ള രീതിയിൽ നുള്ളിക്കളയണം. അപ്പോൾ ആ നുള്ളിക്കളയുന്ന സ്ഥലത്ത് നിന്നും അതിൻ്റെ താഴെയുള്ള നോട്ട്സിൽ നിന്നുമൊക്കെ വീണ്ടും ശിഖരങ്ങൾ പൊട്ടി വരും. അപ്പോൾ ചട്ടി നിറഞ്ഞ് ചെടിയാവും. അപ്പോൾ ഇത് ഞാൻ കാണുമ്പോൾ അറിയാം, ഇതിനകത്ത് പഴയ കൊമ്പുകൾ നിൽപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രൂൺ ചെയ്ത് കുറ്റിയാക്കി നിർത്തിയപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് പൊട്ടിക്കിളിച്ച് വന്നതാണ് ഈ നിൽക്കുന്ന ശിഖരങ്ങൾ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, വെയിൽ, സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് തന്നെ വേണം ഈ ചെടി വെക്കാനുള്ളത്. വെച്ച് കഴിഞ്ഞാൽ ചെടി നല്ല ഷേപ്പോട് കൂടിയും നല്ല ബുഷായിട്ടും നല്ല കളറ്, പൂക്കൾക്കൊക്കെ നല്ല കളറോടുകൂടി നിൽക്കും. അത് വെയിലില്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഈ ചെടിയുടെ കൊമ്പുകളുണ്ടല്ലോ ആവശ്യമില്ലാതെ നീണ്ടിങ്ങനെ പോവുകയും ചെയ്യും. പക്ഷേ അതിനകത്തൊന്നും പൂക്കളുണ്ടാവില്ല നന്നായിട്ട്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോട്ടി മിക്സ് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല വേരോട്ടം കിട്ടുന്ന പോട്ടി മിക്സ് വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, മണ്ണ്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ 4 പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇതിൻ്റെ തൈകൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്, ഇതിൻ്റെ വേരിൽ നിന്നൊക്കെ ആയിട്ടും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശിഖരങ്ങൾ പതിവെച്ചിട്ട്, എന്ന് വെച്ചാൽ ശിഖരങ്ങൾ താത്ത് മണ്ണിലേക്ക് വെച്ച് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വേര് പൊട്ടി ഇറങ്ങിയിട്ടൊക്കെയാണ് തൈകളുണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വളപ്രയോഗമാണ്. അപ്പോൾ ഓൾറെഡി പോട്ടി മിക്സിനകത്ത് നമ്മൾ കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ചെടിക്കൊക്കെ കമ്പോസ്റ്റ് ആ വളം മതിയാവും. പക്ഷേ ഇനിയും കൂടുതൽ വളം പ്രയോഗം ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ DAP കുറച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 19-19 ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ജൈവ സ്ലറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അനുഭവത്തിൽ ഈ ചെടിയെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ആർക്കെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ, കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.